എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ശ്രീ മുഹമ്മദ് റിയാസ് ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും രണ്ട് കൂട്ടരെയാണ്. അതിൽ ഒന്ന് മാധ്യമങ്ങളെയാണ്. പരോക്ഷമായിട്ട് അതുവഴി അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത് ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് കോട്ട് ചെയ്യുന്നത് പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ സ്റ്റേറ്റ്മെന്റിനെയാണ്. ഒരു പൊതുപ്രവർത്തന പരസ്യമായി അധിക്ഷേപിക്കരുത്. ശ്രീ റിയാസ് ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇത് മാധ്യമ ഉടമകളുടെ കോടതിയിലെ തീരുമാനമല്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻകം ടാക്സിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവാണ് എന്നുള്ളതാണ്. ഉത്തരവ് ഏത് രീതിയിലത്തേക്ക് വരണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉടമകൾ എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. ആ മാധ്യമ മുതലാളികളല്ല ഇത് തീരുമാനിക്കുന്നത്. ഇത് വ്യവസ്ഥാപിതമായും നമ്മുടെ നാട്ടിലുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം കണ്ടെത്തിയിരിക്കുന്ന ഓർഡർ. വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. അതായത് ഇത് കേവലം ഒരു രാഷ്ട്രീയ ആരോപണമല്ല. ഇത് ഉന്നയിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷിയല്ല. അപ്പൊ ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിറവും അതിന്റെ മെറിറ്റിലില്ല എന്നുള്ളത് ശ്രീ റിയാസ് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ഇപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് ഈ മാധ്യമ ഉടമകൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കാത്തവരാണ് എന്നാണ്. നിങ്ങളുടെ മനസ്സിൽ ശരിയായിട്ടുള്ള ചില ബോധ്യങ്ങളുണ്ട് എങ്കിൽ പോലും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. അത് കഴിയാത്തതിന്റെ കാരണം നിങ്ങളുടെ ഉടമകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാരാണ് പറയുന്നത് എന്ന് നോക്കാം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഭാര്യയുടെ പേരിലുള്ള ഒരു മാസപ്പടി ആരോപണത്തെക്കുറിച്ച് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാതെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടി വന്നിരിക്കുന്ന ഒരു ഹതഭാഗ്യന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാക്കുകൾ. സ്വന്തം ഭാര്യയുടെ കമ്പനിയുടെ ഇടപാടുകളെ പറ്റി, ആ ഭാര്യയ്ക്ക് പാർട്ടിയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, പാർട്ടിയിൽ ഏതെങ്കിലും രീതിയിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നയാളല്ല. അപ്പോൾ സ്വന്തം ഭാര്യയുടെ കമ്പനിയുടെ ഇടപാടുകളെക്കുറിച്ച് ആ ഭാര്യയും അവരുടെ ഭർത്താവുമാണോ പ്രതികരിക്കേണ്ടത്, മറുപടി പറയേണ്ടത്? അതോ ഈ ഭർത്താവിൻ്റെ പാർട്ടിയാണോ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ എന്നുള്ളതാണ് പ്രധാനം. കാരണം അങ്ങനെയാണെങ്കിൽ ശ്രീ റിയാസ് ആദ്യം പറയേണ്ടത് ഇത് വീണയുടെ കമ്പനിയാണോ അതോ പാർട്ടിയുടെ കമ്പനിയാണോ എന്നുള്ളതാണ്. ശ്രീ റിയാസിന് ഇത് വിശദീകരിക്കാനുള്ള ഉത്തരവാദിത്തം എങ്ങനെ വരുന്നു എന്ന് വെച്ചാൽ പി ജിയുടെ ചോദ്യത്തിൽ തന്നെയുണ്ടത് തൻ്റെ ജീവിത പങ്കാളിയുടെ 5 വർഷത്തെ IT റിട്ടേൺസ് കൂടി ഒരു സ്ഥാനാർത്ഥി അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് സമർപ്പിക്കണം സത്യവാങ്മൂലത്തിന്റെ ഭാഗമായിട്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്ങനെ സമാധാനമായിരിക്കും? അതിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ ആക്യുറസി എന്താണ് എന്നതിനെപ്പറ്റി, അല്ലെങ്കിൽ ആ വിവരം എന്നതിനെപ്പറ്റി ഉത്തമ ബോധ്യം ഈ സ്ഥാനാർത്ഥിയായിരിക്കുന്ന ആളിന് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു അസംഷൻ അവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ വിശദീകരണം നൽകാനുള്ള ഒരു എക്സ്റ്റൻഡഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് വീണയോടൊപ്പം തന്നെ ശ്രീ റിയാസിനുമുണ്ട്. അല്ലാതെ ആ ഉത്തരവാദിത്തം ഒരിക്കലും ശ്രീ MV ഗോവിന്ദനിലേക്ക് പോകുന്നില്ല. ഈ 132(4) പ്രകാരമുള്ള ക്ലോസിൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എവിഡൻഷ്യറി വാല്യൂ ഉണ്ട് എന്നതും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എവിഡൻഷ്യറി വാല്യൂ ഉള്ള ഒരു കാര്യം ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡറിന്റെ ഓർഡറിൽ വന്നിരിക്കുന്നതിൽ PV എന്നത് പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ ഇത് വിശദീകരിക്കാനായിട്ടുള്ള അധിക ബാധ്യത അത് ശ്രീ പിണറായി വിജയനും കൂടി വന്നു ചേരുകയാണ്. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ബോർഡിനെ കുറ്റം പറയുകയോ ഇതിനെല്ലാം വേണ്ടുന്ന രീതിയിലുള്ള മറുപടി നിങ്ങൾ എത്ര ആവർത്തിച്ച് ചോദിച്ചാലും തത്തമ്മേ പൂച്ച എന്നതുപോലെ ഗോവിന്ദമാഷ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടി സെക്രട്ടേറിയറ്റ് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന നിലപാടിന് പകരം ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ആരോപണം അവിടെ നിലനിൽക്കുന്ന സമയത്ത് ഒരു 5 കൂട്ടം രേഖകൾ അത് പുറത്തേക്ക് വെക്കാനായിട്ട് മന്ത്രി എന്ന നിലയിൽ ശ്രീ മുഹമ്മദ് റിയാസിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഉള്ള ഒരു പബ്ലിക് സിസ്റ്റം നമ്മളെല്ലാവരും തന്നെ തയ്യാറാണ്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ടുന്ന രേഖകൾ ഞാൻ പറയാം. ഒന്ന്, ഈ 2016-17 കാലഘട്ടത്തിൽ ഈ വീണ ആർജിച്ചിരിക്കുന്ന സ്വത്തിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. ഒരു 15 ലക്ഷം രൂപയോ മറ്റുമാണ് ആ സ്വത്തായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. അവരുടെ പ്രൊഫഷണൽ ഫീസ് എന്ന രീതിയിൽ ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് ഈ CMRL എന്ന് പറയുന്ന കമ്പനി. പക്ഷേ അത് ഇവിടെ പറയാൻ കാര്യം അതെ, കാര്യമുണ്ട്. നമുക്കറിയാവുന്നതുപോലെ 2016-17 കാലഘട്ടത്തിൽ ഇവിടെ GST ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഈ 2016-17 കാലഘട്ടത്തിൽ വീണ വ്യക്തി എന്ന രീതിയിൽ അവർ നൽകിയിരിക്കുന്ന സേവനങ്ങൾക്ക് ബാധകമായിട്ടുള്ള സർവീസ് ടാക്സ് ഇവിടെ അടച്ചിട്ടുണ്ടോ? അടച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ രേഖ പൊതുസമൂഹത്തിലേക്ക് വെച്ച് വിശദീകരിക്കാനായിട്ട് ശ്രീ റിയാസ് തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 12 മാസം 5 ലക്ഷം രൂപ എന്ന നിലയ്ക്ക് 60 ലക്ഷം രൂപ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു 4 മാസത്തേക്ക് ഏകദേശം 3-4 മാസത്തേക്ക് ഒരു 15-20 ലക്ഷം രൂപ വീണ്ടും വരേണ്ടതാണ്. ആ ഒരു പീരീഡിലത്തേക്കുള്ള സർവീസ് ടാക്സ് അടച്ചിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെ രേഖ എന്താണ് എന്നുള്ളത് പൊതുസമൂഹത്തിന് വെക്കാനായിട്ട് ശ്രീ റിയാസിന് കഴിയുമോ? ഈ 2017 ജൂലൈ മാസത്തിൽ GST ബാധകമായിട്ട് അവിടെ വരുന്നു, ഇംപ്ലിമെന്റേഷൻ നടക്കുന്നു. അതിനുശേഷമുള്ള 3 പാദങ്ങൾ Q2, Q3, Q4 എന്ന് പറയുന്ന 3 പാദങ്ങൾ 2018 ഏപ്രിൽ മാസം വരെയുള്ള സമയത്തിൽ ബാധകമായിട്ടുള്ള GST അവിടെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സാധാരണ രീതിയിൽ ഒരു സർവീസ് ടാക്സിന്റെ രജിസ്ട്രേഷൻ ഉള്ള ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻകം ടാക്സിന്റെ ഇംപ്ലിമെന്റേഷൻ വരുന്ന ആ ഒരു തീയതി മുതൽ അവർക്ക് GSTയുടെ ഓട്ടോമാറ്റിക് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. കാരണം അതിന് വേണ്ടുന്ന പ്രോസസ് എല്ലാം അവർ അതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ ശ്രീമതി വീണ ഇവിടെ അവരുടെ ഇൻകം ടാക്സ് ഈ GST രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇഫക്റ്റീവ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 17, 2018. ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ GST 2017 സെപ്റ്റംബറിൽ ഇംപ്ലിമെന്റ് ആയതിനു ശേഷം പിന്നീട് മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീമതി വീണയുടെ ഈ GST രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇഫക്റ്റീവായി വന്നിരിക്കുന്നത്. അപ്പൊ അത് വരുന്നതിന് തൊട്ട് മുൻപുള്ള കാലം മുതൽ നേരത്തെ ഈ പറഞ്ഞ 1-ാം പാദം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം ആ വർഷം അവസാനം ഉൾപ്പെടെയുള്ള 3 പാദങ്ങളിലേക്ക് കൃത്യമായിട്ട് ഇത് അടച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഈ കാലയളവിൽ കേവലം CMRL എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് മാത്രമായിരിക്കില്ലല്ലോ ഇവരുടെ ഈ സർവീസുകളൊക്കെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നിരവധി കമ്പനികൾക്ക് ഇതേപോലെയുള്ള സർവീസുകളൊക്കെ കൊടുത്തിട്ടുണ്ടാകാം. ഈ കാലയളവിൽ മൊത്തത്തിൽ പേ ചെയ്തിരിക്കുന്ന സർവീസ് ടാക്സ് എത്രയാണ്? എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. GST തുക ഈ ഒരു അസസ്മെന്റ് പീരീഡ് ഈ 3 വർഷം വരുന്ന സമയത്തുള്ള GST തുക എത്രയാണ്? ഈ സർവീസ് ടാക്സും GSTയും ആക്ച്വലായിട്ട് അടക്കേണ്ടിയിരുന്ന തുകയും ആക്ച്വലായിട്ട് അടച്ചിരിക്കുന്ന തുകയും എത്രയാണ്? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ആ തുക ഈ കാലഘട്ടങ്ങളിലുള്ള ശ്രീ റിയാസ് സമർപ്പിച്ചിരിക്കുന്ന IT റിട്ടേണുമായിട്ട് ഒത്തുപോകുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. ഗോവിന്ദൻ മാഷ് പറയുന്നതാണ്, നിയമപ്രകാരമുള്ള 2 കമ്പനികൾ നിയമപ്രകാരമുള്ള ഒരു ധാരണയിൽ ഏർപ്പെട്ടിട്ട് അവർക്കിത് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ്, സർവീസ് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞാൽ പോരെ, നമ്മൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഒരു കമ്പനി തന്നെയാണ് പറയുന്നത് സേവനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആ കമ്പനിയുടെ IT ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ആൾ പറയുന്നുണ്ട്, CFO പറയുന്നുണ്ട്, ആ കമ്പനി സെക്രട്ടറി പറയുന്നുണ്ട്, അതിന്റെ ഉടമസ്ഥൻ പോലും MD പോലും അതിൽ പറയുന്നത് ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേണ്ടുന്ന രീതിയിൽ ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളണം. അപ്പൊ അങ്ങനെ ഇരിക്കെ എന്ത് കാര്യത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് അവിടെ നൽകിയിരിക്കുന്നത്? IT കൺസൾട്ടന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് എന്ന രീതിയിൽ വീണയെ എൻഗേജ് ചെയ്തിരിക്കുമ്പോൾ വീണ നൽകിയിരിക്കുന്ന സർവീസ് എന്തൊക്കെ സർവീസ് ആണ് വീണയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്? അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി അത് ഏതൊക്കെ സമയത്താണ് നൽകിയിരിക്കുന്നത്? ഏതൊക്കെ സർവീസിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അവർ ഇൻവോയ്സ് റൈസ് ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ സർവീസ് അതിൽ പൂർത്തിയാക്കിയിട്ടാണ് പണം വാങ്ങിയിരിക്കുന്നത്? ആയതിന്റെ രേഖകൾ കൂടി പുറത്തു. എന്റെ കാര്യം ഞാൻ ഏറ്റു സംശയിക്കില്ല, ഞാൻ ഏറ്റു. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.